പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഇല്യാസ് പോളയിലാണ്. നമുക്ക് കറണ്ട് ചാർജ് അമിതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ, അല്ലേ? അപ്പം ജനങ്ങളുടെ പ്രതിഷേധം, അത് 10 പൈസയായാലും 20 പൈസയായാലും 50 പൈസയായാലും, കറണ്ട് ചാർജ് വർധനവിനെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. അപ്പോൾ നമുക്കിത് സംഭവിച്ചു പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4,4 രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന കരാർ റദ്ദ് ചെയ്തുകൊണ്ട് 14 രൂപ ചില്ലറ പൈസയ്ക്ക് നമ്മൾ ഇത് വാങ്ങേണ്ടതായിട്ട് വന്നു. അപ്പം അങ്ങനെ വന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് ജനങ്ങളിലേക്ക് അമിതമായ കറണ്ട് ചാർജ് അത് ജനങ്ങളെ ങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഞാനൊരു ഗവൺമെൻറ്റിനെയും കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ അങ്ങനെ ഈ 14 രൂപ ചില്ലറ പൈസയ്ക്ക് കറണ്ട് വാങ്ങിയതിൻ്റെ ഫലമായിട്ട് അത് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ ഈ പ്രതിഷേധമുള്ളത് കാരണം തന്ത്രപരമായ ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ഈ തന്ത്രപരമായ ഒരു സമീപനം എന്ന് പറയുന്നത് 3 സെക്ഷനായിട്ട് തിരിച്ചിരിക്കുകയാണ്. അതായത് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഒരു സെക്ഷൻ, വൈകിട്ട് 6 മുതൽ രാത്രി 10 മണി വരെ ഒരു സെക്ഷൻ, രാത്രി 10 മുതൽ രാവിലെ 6 വരെ ഒരു സെക്ഷൻ. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൈകിട്ട് 6 മുതൽ രാത്രി 10 മണി വരെയുള്ള ഒരു സമയം, ആ ഒരു സമയത്ത് നമ്മൾ ഒരു കാരണവശാലും അമിതമായി കറണ്ട് ഉപയോഗിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് മോട്ടറുകൾ ഉപയോഗിക്കരുത്, കഴിവിൻ്റെ പരമാവധി ഫ്രിഡ്ജ് ഓഫ് ചെയ്യുക, AC ഉള്ളവർ അത് ഓണാക്കരുത്. കാരണം 10:30-ക്ക് ശേഷം നിങ്ങൾ ഓണായിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് വലിയ ഒരു ഭാരിച്ച കറണ്ട് ചാർജ് ആയിരിക്കും. സാധാരണക്കാരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവർക്കിത് അറിയില്ല. അപ്പം അവർ പെട്ടെന്ന്, കാരണം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലേക്ക് വന്ന് ആഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയം 6 മുതൽ അല്ലേ ഒരു 9 മണി വരെയൊക്കെ ഉള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ കഴിവിൻ്റെ പരമാവധി കറണ്ടുകൾ ഉപയോഗിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഈ സമയത്തെ നമ്മുടെ ജീവിത ചിട്ടയിൽ, ജീവിതചര്യയിൽ ഒരു ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനൊരു ചെറിയ നിയന്ത്രണം വരുത്തുക. അത് നമ്മൾ 5:45 മുമ്പായിട്ട് നമ്മുടെ അടുക്കളയിലെ പണികളെല്ലാം നമ്മൾ ഒതുക്കണം. 5:45 മുമ്പായിട്ട് അടുക്കളയിലെ പണിയൊക്കെ ഒതുക്കിയിട്ട്, സത്യത്തിൽ എൻ്റെ ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മണിക്ക് ശേഷം പിന്നെ ആഹാരം പോലും കഴിക്കാൻ വേണ്ടി ഒരു ലൈറ്റ് ഇടാൻ പാടുള്ളൂ. നമുക്ക് ജീവിക്കണ്ടേ? സാധാരണക്കാരായ താഴെപ്പട്ടണിക്കാരായ പൊതുസമൂഹത്തിൻ്റെ അവസ്ഥ ദരിദ്രരാണ്. നമ്മുടെ കയ്യിലൊന്നും നീക്കിയിരിപ്പുള്ളവരൊന്നും അല്ല. ഈ എന്താ പറയുന്നത്, ചില്ലറ രീതിയിൽ വരുന്ന രാഷ്ട്രീയക്കാർ പല തരങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് അവർ ജീവിക്കുന്നു. എല്ലാ രാഷ്ട്രീയക്കാരും, അധികാരമുള്ള എല്ലാ രാഷ്ട്രീയക്കാരും. പക്ഷെ അധികാരമില്ലാത്ത രാഷ്ട്രീയക്കാരുണ്ട്. അപ്പം അവരിങ്ങനെ ഒക്കെ, അപ്പം അവർ ഈ മുകളിൽ നിന്ന് എന്ത് പറയുന്നോ അതനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് അമർഷങ്ങളുണ്ടാവും. ജനങ്ങളെ ഇങ്ങനെ പല കാര്യങ്ങളും അടിച്ചേൽപ്പിക്കുന്നതിൽ അമർഷങ്ങളുണ്ടാവും. പക്ഷെ അവർക്ക് ആ ഒരു പാർട്ടി പറയുന്നത് അനുസരിച്ച് മാത്രമേ അവർക്ക് നിൽക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് കഴിയുന്നത് കറണ്ട് ചാർജ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു പോംവഴിയാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പം അതിൽ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് വൈകിട്ട് 6 മുതൽ 10 വരെയുള്ള സമയം, ആ സമയത്തിൽ കഴിവിൻ്റെ പരമാവധി കറണ്ട് ഉപയോഗിക്കാതിരിക്കുക. അതാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പങ്കുവെക്കുവാൻ. നന്ദി.